نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചതമ്പുരാന്റെ വിധിയും വിലക്കുകളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ഏറ്റവും നല്ലവരായി ജീവിക്കണേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിക്കാനും അപ്രകാരം ഈ ദുനിയാവിൽ നിന്ന് അവസാന യാത്രക്കൊരുക്കുവാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഊർജമാണ്, ആവേശമാണ്, ശക്തിയാണ്, സമാധാനമാണ് പ്രാർത്ഥന എന്നത്. അതുകൊണ്ടാണ് ലോകത്തിലേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും
അള്ളാഹുവോട് ആത്മാർത്ഥമായി പല കാര്യങ്ങളും അവര് പ്രാർത്ഥിച്ചത്. ഈ ഒരു സമയത്ത് ധാരാളമായി നമ്മൾ ഓർക്കുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ആ ജീവിതം പ്രാർത്ഥനാ നിർഭരമായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വലിയ ചിന്തകളും ഗുണപാഠങ്ങളും ലോകാവസാനം വരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ആ പ്രാർത്ഥനകളിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അനവരതം പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില പ്രാർത്ഥനകളാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇത് ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും ഈ പ്രാർത്ഥനകളെ സംബന്ധിച്ച് ചിന്തിക്കുകയും ഈ നിലയ്ക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയും ചെയ്യണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ്, പടച്ചോനെ നീ എന്നെ ശിർക്കിൽ നിന്ന് മുക്തമാക്കണേ എന്ന പ്രാർത്ഥന. പരിശുദ്ധ ഖുർആനിന്റെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാമത്തെ വചനത്തിൽ ഈ കാര്യം ആ പ്രവാചകൻ അല്ലാഹുവോട് ആത്മാർത്ഥമായി ചോദിക്കുന്നുണ്ട്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ നീ എന്നെയും എന്റെ സന്താനങ്ങളെയും ബഹുദൈവ ആരാധനയിൽ നിന്ന് ശിർക്കുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവൃത്തികളുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്നതായിരുന്നു ആ പ്രാർത്ഥന. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണ്? തൗഹീദിന്റെ പതാകവാഹകനും അതിന്റെ പടത്തലവനുമായിരുന്നു അദ്ദേഹം. എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? നാട്ടിൽ നിന്ന് എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്? ഒരു ജനത മുഴുവൻ ആ പ്രവാചകനെ ഒറ്റപ്പെടുത്തിയത് എന്തിനാണ്? എന്തിനാണ് മീറ്ററുകളോളം മുകളിലേക്ക് ആളിയാളി കത്തുന്ന തീയിലേക്ക് ആ പ്രവാചകനെ വലിച്ചെറിഞ്ഞത് എന്തിനാണ് എന്ന ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് പറയാനുള്ള മറുപടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പ്രബോധനം ചെയ്തു. ശിർക്കിൽ നിന്ന് തന്റെ സമൂഹത്തെ, തന്റെ ജനതയെ മുക്തമാക്കാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന ഒരേ ഒരു കാരണത്താൽ മാത്രമായിരുന്നു ഇതെല്ലാം. എന്നിട്ടും ആ പ്രവാചകൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. പടച്ചോനെ നീ എന്നെയും എന്റെ പ്രിയപ്പെട്ട മക്കളെയും ശിർക്കിൽ നിന്ന്, ബഹുദൈവാരാധനയിൽ നിന്ന് അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ. സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു പേടി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹുവിനോട് പടച്ചോനെ ബഹുദൈവാരാധനയിൽ നിന്ന് ശിർക്കുമായി ബന്ധപ്പെട്ട നേരിയ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും അതിൽ നിന്ന് റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പടച്ചോനെ എന്റെ ജീവിതത്തിൽ ശിർക്ക് വരുമോ എന്ന പേടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ നമ്മുടെയൊക്കെ മനോമുഖരങ്ങളിൽ, നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ നേരം നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നിരന്തരമായി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. പടച്ചോനെ, ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ശിർക്ക് വരുന്നതിനെ തൊട്ട്, പടച്ചോനെ ഞാൻ അറിയാതെ എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് ശിർക്ക് വരുന്നതിനെ തൊട്ട് പടച്ചോനെ ഞാനിതാ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് ഈ നിലയ്ക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനും ശിർക്ക് വരുമോ എന്ന പേടിയോടുകൂടി ജീവിക്കാനും സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. രണ്ടാമതായി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിച്ചാൽ ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? റബ്ബി ജഅൽനി മുഖീമസ്സലാഹ വമിൻ ദുർരിയതി, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ, പടച്ചോനെ നീ എന്നെ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. വമിൻ ദുർരിയതി, പടച്ചോനെ എന്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെയും നീ അപ്രകാരമാക്കണേ എന്ന് ആ പ്രവാചകൻ അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെയും സഹോദരങ്ങളെ ചില ചിന്തകളില്ലേ? ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന മറുപടി കൃത്യമായി നിസ്കരിക്കുന്ന ഒരു പ്രവാചകൻ. പടച്ചോനെ, എനിക്കൊരു ആരാധനാ മന്ദിരം വേണം, കൃത്യമായി നിന്നോടുള്ള ഇബാദത്തുകൾ കൃത്യമായി ചെയ്യാനാണ്. ആ ആരാധനാ മന്ദിരം എവിടെയാണ് വേണ്ടത്? ഇൻദ ബൈതികൽ മുഹറം, പടച്ചോനെ പരിശുദ്ധമായ ഹറമിന്റെ അരികത്താണ്, നിന്റെ വീടിന്റെ അരികിലാണ് എനിക്ക് എന്റെ വീട് വേണ്ടത് എന്ന് കൃത്യമായി പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഒരു പ്രവാചകൻ. സഹോദരങ്ങളെ, എന്നിട്ടും ആ പ്രവാചകന്റെ മനസ്സിൽ പേടിയാണ്, ബേജാറാണ്. പടച്ചോനെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ എന്റെ ജീവിതത്തിൽ വിഘ്നം വരുമോ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ എന്റെ ജീവിതത്തിൽ വീഴ്ച വരുമോ എന്ന പേടി ആ പ്രവാചകന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചൊന്ന് ആലോചിക്കണം. ആരാണിത് പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ നിലയ്ക്കൊരു പേടിയും ബേജാറും നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ച പടച്ചോനെ, നമസ്കാരം കൃത്യമായി എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സുന്ദരമായ ഒരു സാഹചര്യം റബ്ബേ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കണേ. ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോ അവസാനത്തെ നമസ്കാരവും കൃത്യമായി നമസ്കരിച്ച് എന്റെ ഈ ശിരസിനെ 6 അടി മണ്ണിലേക്ക് പള്ളിക്കാട്ടിലേക്ക് വെക്കാനുള്ള സൗഭാഗ്യത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് നിറകണ്ണുകളോടെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചുവോ എന്ന് ഈ നേരം നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ സംബന്ധിച്ച് പല നിലക്കുള്ള കാര്യങ്ങൾ പലരോട് നമ്മൾ പറയാറുണ്ട്. അവൻ ഇത്രയാണ് ശമ്പളം, ഇന്ന സ്ഥലത്താണ് ജോലി എന്നിങ്ങനെ അഭിമാനത്തോടുകൂടെ പല കാര്യങ്ങളും പലരോടും നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ സംബന്ധിച്ച് ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയുമോ? 5 വക്ത് കൃത്യമായി എന്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾ ആത്മാർത്ഥമായി നമസ്കരിക്കുന്നവരാണ് എന്ന് ആത്മാർത്ഥമായി നമ്മുടെ കൂട്ടത്തിലെ എത്ര ആളുകൾക്കാണ് പറയാൻ സാധ്യമാവുക? അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ പടച്ചോനെ, നീ എന്നെ കൃത്യമായി നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ, എന്റെ മക്കളെയും അപ്രകാരമാക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയോ? വജഅൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, വജഅൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പടച്ചോനെ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു കഴിഞ്ഞാലും എന്റെ പിൽക്കാലക്കാരിൽ എനിക്ക് നീ നല്ല ഒരു സൽകീർത്തിയെ ഉണ്ടാക്കി തരണേ.
ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞ് എത്ര കൊല്ലം കഴിഞ്ഞാലും പടച്ചോനെ ആൾക്കാരൊക്കെ എന്നെ നന്നായി ഓർക്കുന്ന ഒരു സാഹചര്യം പടച്ചോനെ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് കാലം എത്രയായി സഹോദരങ്ങളെ? ആ പ്രവാചകനെ ഇന്നും നാം ഓർക്കുകയാണ്. നമ്മുടെ നമസ്കാരങ്ങളിൽ, നമ്മുടെ ഖുത്ബയിൽ, ഹജ്ജിന്റെ സമയങ്ങളിൽ, അതുപോലെ തന്നെ ബലിപെരുന്നാളിന്റെ ഈ സമയങ്ങളിലൊക്കെ കൃത്യമായി ആ പ്രവാചകനെ നമ്മൾ ഓർക്കുകയാണ്. ആ പ്രവാചകനെ ഓർക്കാത്തൊരു ദിനം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നേയില്ല. ആ പ്രവാചകന്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. ഇനി നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ഞാനുങ്ങളൊക്കെ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോയാൽ ഈ നാട്ടിലെ ആളുകൾ നല്ല നിലയിൽ നമ്മളെ ഓർക്കുമോ? അതിന് പറ്റുന്ന ഏതെങ്കിലും ഒരു അടയാളം ബാക്കി വെച്ച് ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകാൻ നമുക്ക് കഴിയുമോ? നമ്മൾ മരിച്ചാൽ, നമ്മുടെ മയ്യത്തെടുത്താൽ, മറവ് ചെയ്ത് തിരിച്ചു പോന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സംബന്ധിച്ച് നല്ലത് പറയുന്ന നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പിൽക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങളെ കാണുമ്പോ നിന്റെ പ്രിയപ്പെട്ട പിതാവ് ഇങ്ങനെയുള്ള മനുഷ്യനായിരുന്നു, ഇന്നാലിന്റെ നന്മകൾ ബാക്കി വെച്ചാണ് അയാൾ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോയത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ധാരാളക്കണക്കിന് അടയാളങ്ങളുണ്ട് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നോക്കി ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുമോ എന്ന് പ്രിയപ്പെട്ടവരെ ഈ നേരത്തിൽ നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ഏത് സമയത്ത് വേർപിരിഞ്ഞാലും നല്ലടയാളങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാനും പിൽക്കാലക്കാരിൽ നമ്മൾ മരിച്ചാലും നമുക്ക് സൽകീർത്തി ഉണ്ടാവാനും ആത്മാർത്ഥമായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാലാമത്തെ പ്രാർത്ഥന എന്താ അറിയോ? റബ്ബി ഹബിലി ഹുക്മ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ നീ എന്നെ നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. ആരാ സഹോദരങ്ങളെ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് പ്രാർത്ഥിക്കുന്നത്. പടച്ചോനെ നീ എന്നെ നല്ലവനാക്കണേ. ആ പ്രവാചകനെ സംബന്ധിച്ച് എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറ ലമിനസ് സാലിഹീൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. മാത്രമല്ല നാളെ പരലോകത്തെ പരകോടി ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായി ആ പ്രവാചകനെ അല്ലാഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഒരു പേടിയും ബേജാറും ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹുവോട് എപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ പടച്ചോനെ നീ എന്നെ നല്ലോനാക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും വാപ്പാന്റെ മുമ്പിൽ നമ്മൾ നല്ലവനാണ്, ഭാര്യയുടെയും സന്താനങ്ങളുടെയും നാട്ടുകാരുടെയും മുമ്പിലൊക്കെ പകൽമാനായി നല്ലവരായി ജീവിക്കുന്നവരാണ് പല ആളുകളും. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നല്ലവരാണോ എന്നീ നേരത്ത് ഈ പ്രാർത്ഥന വെച്ചുകൊണ്ട് കൃത്യമായി നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഓരോ സമയത്തും അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചോനെ നീ എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അഞ്ചാമതായി ആ പ്രവാചകന്റെ പ്രാർത്ഥന നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പടച്ചോനെ നീ എന്നെ മുസ്ലിമാക്കണേ എന്നാ പ്രവാചകൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കാണ്. ആരെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ നീ എന്നെ ഒറിജിനൽ മുസ്ലിമാക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമാണ് പടച്ചോനെ എന്റെ നമസ്കാരം, വനുസുകി എന്റെ ബലികർമ്മം, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ അതൊക്കെ നിനക്ക് സമർപ്പിച്ചുകൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. ലാ ശരീക ലഹ്, റബ്ബേ നിനക്ക് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അതാണ് നീ എന്നോട് കൽപ്പിച്ചത്. അതുകൊണ്ട് റബ്ബേ നിന്നിൽ പങ്കു ചേർക്കാതെയാണ് ഞാൻ ജീവിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, പടച്ചോനെ ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ കൂടിയല്ല, ഒപ്പം കൂടിയല്ല, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമത്തവനാണ്. വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് റബ്ബിനോട് പ്രഖ്യാപിച്ചൊരു പ്രവാചകൻ. ഇത് ഖാല ലഹു റബ്ബുഹു വസ്ലിം, ഇബ്രാഹിമേ നീ മുസ്ലിമാവ്, ഇബ്രാഹിമേ എല്ലാം പടച്ചോനെ കീഴ്പ്പെടുത്തിക്കൊണ്ടെന്ന് ജീവിക്കുകയെന്ന് ആ പ്രവാചകനോട് അല്ലാഹു പറഞ്ഞപ്പോ ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, പടച്ചോനെ ഞാനിതാ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവയൊക്കെ നിനക്ക് സമർപ്പിച്ചുകൊണ്ടാ റബ്ബേ ഞാൻ ജീവിക്കുന്നത് എന്ന് അല്ലാഹുവോട് പ്രഖ്യാപിച്ചൊരു പ്രവാചകൻ. എന്നിട്ടാണ് സഹോദരങ്ങളെ ആ പ്രവാചകന്റെ മനസ്സിൽ പേടി, പടച്ചോനെ ഞാൻ ഒറിജിനൽ ആയിട്ടില്ലേ, ഞാനൊരു പരിപൂർണ മുസ്ലിം ആയിട്ടില്ലേ എന്ന പേടി ആ പ്രവാചകന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, അല്ലാഹുവേ നീ ഞങ്ങളെ പരിപൂർണരായ മുസ്ലിങ്ങളായി ജീവിപ്പിക്കണേ, എന്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെയും അപ്രകാരമാക്കണേ എന്ന് ഈ പ്രവാചകൻ അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാ. ഈ പ്രാർത്ഥന വെച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, ജീവിതത്തിലെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിച്ചവരാ നമ്മൾ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് പടച്ചോനെ നീ എന്നെ ഒറിജിനൽ മുസ്ലിമാക്കണേ എന്ന് അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട മക്കളെ യുക്തിവാദത്തിൽ നിന്ന്, നിരീശ്വരവാദത്തിൽ നിന്ന്, മതത്തെ പുച്ഛമായി കാണുന്ന സാഹചര്യത്തിൽ നിന്ന് പടച്ചോനെ നീ രക്ഷപ്പെടുത്തണേ. പരലോകബോധമില്ലാത്ത പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും ഒക്കെ എതിർക്കുന്ന, അതിനെ പരിഹസിക്കുന്ന പാപ്പാക്കും അമ്മാക്കും നാട്ടുകാർക്കുമൊക്കെ ഭാരമായി ലഹരിയിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പടച്ചോനെ എന്റെ പ്രിയപ്പെട്ട മക്കളെ നീ കാത്തുരക്ഷിക്കണേ, എന്റെ മക്കളെയും അപ്രകാരമാക്കണേ എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചുവോ എന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയത്ത് നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ നിലക്കും അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ച ഏറെ ശ്രദ്ധേയമായ മറ്റൊരു പ്രാർത്ഥന, പടച്ചോനെ ഈ മണ്ണിൽ അടുത്ത ഒരു നല്ല തലമുറയെ പടച്ചോനെ നീ ഇവിടെ ഉണ്ടാക്കണേ. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ അല്ലാഹുവേ എന്റെ പിൽക്കാലക്കാരിൽ നീ പ്രവാചകന്മാരെ റസൂലുകളെ നിശ്ചയിക്കണേ. അതെന്തിനാണെന്നറിയുമോ? യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പടച്ചോനെ ആളുകൾക്ക് കിതാബും അതുപോലെ തന്നെ തത്വജ്ഞാനവും കൃത്യമായി പഠിപ്പിക്കുന്ന, അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, അവരെ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന, അവരെ തസ്കിയത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു നല്ല ജനപദത്തെ പടച്ചോനെ എന്റെ പിൽക്കാലക്കാരിൽ നിന്ന് നീ ഉണ്ടാക്കണേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. പടച്ചോനെ പിൽക്കാലക്കാരിൽ ദീന് പഠിപ്പിക്കാൻ പറ്റുന്ന നല്ല ആൾക്കാരെ പടച്ചോനെ ഉണ്ടാക്കണേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന ദഅഉതു ബി അബി ഇബ്രാഹിം, ഞാന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനന്റെ ഫലാണ്.
എന്ന് പ്രാർത്ഥിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പേ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ, പടച്ചോനെ ദീന് പഠിപ്പിക്കാൻ പറ്റുന്ന നല്ല മനുഷ്യന്മാരെ ഇവിടെ ഉണ്ടാക്കണേ, ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രാർത്ഥിച്ചോ സഹോദരങ്ങളെ? പ്രിയപ്പെട്ട കാരണവന്മാരെ നമ്മൾ ചിന്തിക്കണം. പടച്ചോനെ ഞങ്ങൾക്ക് കാലം കഴിഞ്ഞാൽ ആനമങ്ങാട് പള്ളി അത് ഏറ്റവും സുന്ദരമായി പരിശുദ്ധമായി അത് കൊണ്ടു നടക്കാൻ കഴിയുന്ന അടുത്തൊരു നല്ല തലമുറയെ പടച്ചോനെ ഇവിടെ ഉണ്ടാക്കണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പടച്ചോനെ ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കാൻ എന്റെ കുടുംബത്തിൽ നിന്ന് പിൻഗാമികളെ ഉണ്ടാക്കണേ, നല്ല തലമുറയുണ്ടാക്കണേ എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചുവോ എന്നും ഈ നേരം നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാരൊക്കെ പടച്ചവനോട് പ്രാർത്ഥിച്ചിരുന്നു. നമ്മളും ആ നിലയ്ക്ക് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പടച്ചോനെ ദീന് നന്നായി എന്റെ കുടുംബത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ല പിൻഗാമികൾ എന്റെ കുടുംബത്തിൽ ഉണ്ടാവണം. നാഥാ, എന്റെ നാട്ടിലെ പള്ളിയും മദ്രസും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ശിർക്കിൽ മുങ്ങിക്കുളിച്ച ആളുകൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ, ബിദ്അത്തിൽ മുങ്ങിക്കുളിച്ച ആളുകൾക്ക് സുന്നത്ത് പഠിപ്പിക്കാൻ കഴിയുന്ന നല്ല ആളുകളെ എന്റെ കുടുംബത്തിൽ നിന്ന് അടുത്തൊരു തലമുറയാക്കി ഉണ്ടാക്കണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന, പടച്ചോനെ ഞാൻ നാളെ നിന്റെ മുമ്പിലേക്ക് വരും, അന്ന് നീ എന്നെ വഷളാക്കരുത്, അന്ന് നീ എന്നെ സങ്കടപ്പെടുത്തരുത്. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. പടച്ചോനെ ഞാൻ നാളെ നിന്റെ മുമ്പിലേക്ക് വരുമ്പോ നീ എന്നെ സങ്കടപ്പെടുത്തല്ലേ, നീ എന്നെ അപമാനിക്കല്ലേ, നീ എന്നെ വഷളാക്കല്ലേ റബ്ബേ. ഏതാണ് ആ ദിവസം എന്നറിയുമോ? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ഒരാളുടെ സ്വത്ത് കൊണ്ട്, അയാളുടെ സന്താനങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും അയാൾക്ക് ലഭ്യമല്ലാത്ത ദിവസമാണത്. ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. നിഷ്കളങ്കനായി ഏതൊരു മനുഷ്യനാണോ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെന്നെത്താൻ കഴിയുക, അവന് മാത്രം രക്ഷപ്പെടാൻ കഴിയുന്ന ദിവസമാണത്. അതുകൊണ്ട് അന്ന് റബ്ബേ നീ എന്നെ സങ്കടപ്പെടുത്തല്ലേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പരലോകത്ത് എന്ത് സങ്കട സഹോദരങ്ങളുള്ളത്? സ്വർഗ്ഗം ഉറപ്പല്ലേ? എന്നിട്ടാണ് ആ പ്രവാചകൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത്, റബ്ബേ എന്നെ കൈസിലാക്കി തരണം, എന്നെ പ്രയാസപ്പെടുത്തരുത്, നീ എന്നെ അപമാനിക്കരുത്. ഞാൻ നിങ്ങൾ എത്ര പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ ഈ പ്രാർത്ഥന. അതേപോലെ മറ്റൊരു പ്രാർത്ഥന, വജഅൽനി മിൻ വറസതി ജന്നതി നഈം. റബ്ബേ ഞാൻ നാളെ നിന്റെ മുമ്പിലേക്ക് വരുമ്പോ നീ എനിക്ക് നിന്റെ സ്വർഗം അത് അനന്തരാവകാശമായി നൽകണേ, നീ എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ അങ്ങനെ പടച്ചോനോട്? പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ എന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു? എന്തൊക്കെ കാര്യങ്ങൾ പടച്ചോനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. റബ്ബിനോട് ആത്മാർത്ഥമായി ഇരുന്ന നിറകണ്ണുകളോട് പടച്ചോനെ ഇന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ, പടച്ചോനെ നീ എനിക്ക് സ്വർഗം തരണേ എന്ന് പ്രവാചകന്മാര് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇനിയും ഒരുപാട് പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാൻ പറ്റും. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ച് ആ നിലക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.